ഹലോ ഫ്രണ്ട്സ്, ഇതൊരു വെറൈറ്റി എന്നൊന്നും ഞാൻ പറയില്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പക്ഷേ ഇതിൽ ഞാനൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നാടൻ കപ്പ കിട്ടിയപ്പോഴാണ് ചിക്കൻ്റെ ഓർമ്മ വന്നത്. അപ്പം തന്നെ വിളിച്ച് ചിക്കൻ ഓർഡർ ചെയ്തു. പക്ഷെ ചിക്കൻ വന്നില്ല, പോയി വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. പൊടികളായിട്ട് നമ്മുടെ നാടൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാനൊന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്തേട്ടാ. അതിനുശേഷം തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ മൂന്നും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ വാട്ടി വെച്ച പൊടികളുണ്ടല്ലോ അവ അല്പാൽപമായി ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ പെരക്കി വെച്ച ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൊടികൾ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ വീണ്ടും പൊടിയിട്ടു കേട്ടോ. അതിനുശേഷം ഈ പൊടികൾ ചിക്കൻ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ഉണ്ടെന്ന്, ഈ തേങ്ങാപ്പാലിലാണ് ഞാൻ ഈ ചിക്കൻ പെരട്ട് വറ്റിച്ചെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് സമയം തുറന്നുകൂടി വെച്ച് വേവിച്ചാൽ മാത്രമേ ഈ തേങ്ങാപ്പാലും ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ഒക്കെ വറ്റി ഒന്ന് വരണ്ട് വരുള്ളൂ. അപ്പോഴേ നമ്മുടെ ആ ഒരു പെരട്ടിൻ്റെ ഭാഗമാവുള്ളൂ. അതിനുശേഷം കറിവേപ്പിലയും കുരുമുളകും ഒന്ന് തൂവി നമുക്ക് വാങ്ങി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ കപ്പ കിട്ടിയെന്ന്, നല്ല പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. പാൽക്കപ്പ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചിക്കൻ പെരട്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം എൻ്റെ മക്കളെ. സ്വർഗം മാമ, സ്വർഗം. അപ്പോൾ ഈ പെരട്ട് സൂപ്പറായിരുന്നു കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ സിമ്പിളാണ്.